السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. الأخلاء يومئذ بعضهم لبعض عدو إلا المتقين. يا عبادي لا خوف عليكم اليوم ولا أنتم تحزنون. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് അല്ലാഹുവിൻ്റെ മുഖറബുകളായ, അല്ലാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് സതുപദേശം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് പറഞ്ഞ ഒരു വാചകമാണ് മൗഇളത്തുൻ എന്ന്. അതാണ് സതുപദേശം എന്നതിൻ്റെ അറബി ഭാഷാ പ്രയോഗം. മൗഇളത്ത്, വഅല് എന്ന് നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ്. മൗഇളത്ത് എന്താണ് യഥാർത്ഥത്തിൽ മൗഇളത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സതുപദേശം എന്ന് പറയുന്നത്? അതാണ് നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വിശുദ്ധ ഖുർആൻ മൗഇളത്ത് എന്ന് പറഞ്ഞത് മൗഇളത്തുൻ ലിൽ മുത്തഖീൻ എന്നാണ്. മൗഇളത്തുൻ ലിൽ മുത്തഖീൻ, അത് മൗഇളത്തായി, സതുപദേശമായി അനുഭവപ്പെടുക മുത്തഖീങ്ങൾക്കാണ്. മൗഇളത്താണ് സതുപദേശം. ഒരാൾ നമ്മെ ഉപദേശിക്കുന്നു, ആ ഉപദേശം നമുക്ക് തോന്നുകയാണ് അത് എൻ്റെ ജീവിതത്തിന് വളരെ നല്ലതാകുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ അതിനെ നാം സ്വീകരിക്കേണ്ടതാണ്. അത് സ്വീകരിക്കുകയാണെങ്കിൽ അതാണ് സതുപദേശം. അങ്ങനത്തെ അനുഭവം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കോഴിക്കോട് ഒരു പുതിയ ക്യാൻസർ സെൻറ്റർ വന്നിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിനടുത്ത് ഒരു പ്രദേശത്ത് കുറച്ച് കാലമായി അവർ അവകാശപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത് എന്നാണ്. അപ്പോൾ ഈയിടെ കോഴിക്കോട് നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്ക് ഒരു പരസ്യം നൽകി. ആ പരസ്യം ഇങ്ങനെയാണ്: ആ ബാങ്കിൽ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തൊരു അക്കൗണ്ട് തുടങ്ങിയാൽ 5 ലക്ഷം രൂപക്കുള്ള ക്യാൻസർ ചികിത്സ ഈ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൗജന്യമായിരിക്കും എന്ന്. ഇത് എന്താണ്? നമ്മളെ വീക്ഷണത്തിലൊരു പരസ്യമാണല്ലേ? ആണ്. പക്ഷേ അത് കേവലം പരസ്യമാവുകയല്ല ചെയ്തത്. മറിച്ച് ആ ബാങ്കിൽ അക്കൗണ്ട് കിട്ടാൻ വേണ്ടി ആളുകൾ നെട്ടോട്ടം ഓടി. എന്തായിരിക്കും കാരണം?
വേറെ ഒരുപാട് ബാങ്കുണ്ട്. ഇത് അത്ര വലിയൊരു ബാങ്കൊന്നുമല്ല, ഒരു സെൻട്രലൈസ്ഡ് ബാങ്കൊന്നും അല്ലത്. പക്ഷേ കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ബാങ്കാണ്. ഈ പരസ്യമാണല്ലോ, ആ പരസ്യം അത് മൗഇളത്തായി അനുഭവപ്പെട്ടു. അത് കോഴിക്കോട് നിന്ന് മാത്രമല്ല ആളുകൾ വരുന്നത്. ഞാനത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കൊല്ലത്തൊരു പരിപാടിക്ക് പോയിരുന്നു, കഴിഞ്ഞ 12-ാം തീയതി. അപ്പോൾ കൊല്ലത്തുനിന്ന് ആളുകൾ എന്നോട് ചോദിച്ചു, ഞാൻ ആ പരസ്യം അപ്പോഴേ ശ്രദ്ധിച്ചുള്ളൂ, 12-ാം തീയതി ഞാൻ പരസ്യം ശ്രദ്ധിക്കും. ആളുകൾ ചോദിച്ചു, ഇങ്ങനൊരു പരസ്യം നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ, അർത്ഥം എന്താ? നിങ്ങൾ പോയിട്ടുണ്ടോ, നിങ്ങൾ ആ ബാങ്കിൽ അക്കൗണ്ട് എടുത്തോ എന്നാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതാണ് യഥാർത്ഥത്തിൽ സതുപദേശം എന്ന് പറയുന്നത്. അത് കേട്ടാൽ അതിനോട് പോസിറ്റീവായി പ്രതികരിക്കണം എന്ന് തോന്നുന്നത് എന്താണോ അതാണ് സതുപദേശം. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതാണ്, നമുക്ക് വിശുദ്ധ ഖുർആൻ അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? നമ്മളെ മൗഇളത്ത് അതാണല്ലോ. വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഉദാഹരണമായി എടുത്തോ, എന്തെങ്കിലും ഒന്ന് നമുക്കത് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ മൗഇളത്തായി. ഖുർആനിൽ നിറയെ ഉള്ളത് മൗഇളത്താണ് എന്നാണ് ഖുർആൻ്റെ ഭാഷ. മൗഇളത്താണ്, അതാണ് സതുപദേശം. അനുഭവപ്പെട്ടിട്ടുണ്ടോ? അതാണ് നമുക്ക് ആലോചിക്കേണ്ട കാര്യം. ഞാൻ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ് നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. സൂറത്ത് സുഹ്റുഫിലെ 67, 68 വചനങ്ങളാണ്. എല്ലാവരും എപ്പോഴും കേൾക്കണ ഒരു 2 ആയത്തുകളാണ്. ഞാനൊരു മൗഇളത്തിന് ഉദാഹരണം മാത്രമാണ് ആ പറഞ്ഞത്. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദു. അൽ അഖില്ലാ, ഖലീൽ എന്നതിൻ്റെ ബഹുവചനമാണ് അഖില്ലാ. എന്ന് വെച്ചാൽ ആരാ ഖലീൽ? ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഖലീൽ. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല എന്ന് അള്ളാഹു പ്രയോഗിച്ച ആ ഖലീൽ തന്നെ. നമുക്കറിയാലോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും അള്ളാഹും തമ്മിലുള്ള ബന്ധം എന്തുമാത്രം ശക്തിയുള്ള ബന്ധമായിരുന്നു എന്ന് അള്ളാഹു പഠിപ്പിക്കണം. അൽ അഖില്ലാഉ യൗമഇദിൻ, ആ ദിവസം ഇത്രയും നല്ല സുഹൃത്തുക്കൾ, ബഅ്ളുഹും ലിബഅ്ളിൻ, അവർ അന്യോന്യം അദുവ്വുൻ, ശത്രുക്കളാകും. ദിവസേത നമുക്കറിയാലോ, അദുവ്വ് എന്താണെന്നും അറിയാലോ. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ഒഴികെ. ഇതൊരു സതുപദേശമാണ്. എന്നിട്ടൊരു വാചകം കൂടി അള്ളാഹു പറഞ്ഞു, അതുകൊണ്ട് യാ ഇബാദി, അതുകൊണ്ട് എൻ്റെ ദാസന്മാരെ, എൻ്റെ അടിമകളെ, അത് മുത്തഖീങ്ങളെ വിളിച്ചതാണ്. ലാ ഖൗഫുൻ അലൈക്കും അൽയൗം, ഇന്ന് നിങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. വല അൻതും തഹ്സനൂൻ, നിങ്ങൾ ദുഃഖിക്കേണ്ടതും ഇല്ല. ഇന്ന് എന്ന് പറഞ്ഞാൽ അതറിയാലോ നമുക്ക്, ഏതാണോ യൗമ ഇദിൻ എന്ന് പറഞ്ഞ അന്ന്, അതാണ് അൽ യൗമ എന്ന് പറഞ്ഞ ഇന്നും. 2 ചിത്രമാണ്. ഒന്നാമത്തേത്, അന്ന് ഏറ്റവും നല്ല സുഹൃത്തുക്കളൊക്കെ അന്ന് അന്യോന്യം ശത്രുക്കളാകും. എന്നാൽ ആ ദിവസത്തിൻ്റെ മറ്റൊരു സവിശേഷത, യാ ഇബാദി, എൻ്റെ ദാസന്മാരെ. അപ്പോൾ ആ എൻ്റെ ദാസന്മാരെ, എൻ്റെ അടിമകളെ എന്ന് പറയുമ്പോൾ അള്ളാഹു നമ്മളുമായുള്ള ബന്ധമാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരില്ല, നിങ്ങൾക്ക് പേടിയോ ദുഃഖമോ വ്യസനമോ ഒന്നും ഉണ്ടാകേണ്ടി വരികയില്ല. അതാണ് ആ ദിവസം. ഇതൊരു ഉപദേശമാണ്, മൗഇളത്താണ്, സതുപദേശമാണ്. ഞാൻ ഇത് രണ്ടും കൂടി പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളൊന്ന് താരതമ്യപ്പെടുത്താനോ, ഒന്ന് കമ്പയർ ചെയ്യാം. നമുക്ക് ആ ബാങ്കിൻ്റെ അഡ്വർടൈസ്മെൻറ്റും അള്ളാഹുവും ഒരു അഡ്വർടൈസ്മെൻ്റാണല്ലോ ഇതും. ഇത് രണ്ടും ഏതിനാണ് ഏറ്റവും കൂടുതൽ സ്വീകാര്യത ഉണ്ടായത്? അല്ലേ? ആണ്. എവിടുന്ന് വരെ ആളുകൾ വരാൻ തുടങ്ങി? ഇതെല്ലാവർക്കും അറിയാം. അള്ളാഹു മൗഇളത്തായാണ് വിശുദ്ധ ഖുർആനിനെ തന്നിട്ടുള്ളത്. പക്ഷേ ഈ ഉപദേശം യഥാർത്ഥത്തിൽ ഒരു സതുപദേശമായി നമുക്ക് അനുഭവപ്പെട്ടില്ല എന്നതാണ്.
ഖലീൽ അല്ലെങ്കിൽ സ്വദീഖ്, റഫീഖ് എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എൻ്റെ സുഹൃത്ത്, എൻ്റെ ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽപ്പെട്ടവർ എന്നൊക്കെ പറയുന്നു. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കേവലം ദുനിയാവുമായി ബന്ധപ്പെട്ട ഒരു ബന്ധമല്ല. അതാണ് യാ ഇബാദി എന്ന് പറഞ്ഞത്, ലാ ഖൗഫുൻ അലൈക്കും വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞത് അതാണ്. പിന്നെന്താ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഫ്രണ്ട്ഷിപ്പ് എന്നത് ദുനിയാവിൽ അവസാനിക്കുന്നതല്ല. അത് യഥാർത്ഥത്തിൽ തഖ്വയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് ആ ഫ്രണ്ട്ഷിപ്പ് എങ്കിൽ, അല്ലെങ്കിലോ നേരെ തിരിച്ചാകും. അതാണ് അൽ അഖില്ലാഉ യൗമഇദിൻ അദുവ്വുൻ എന്ന് പറഞ്ഞു. അദുവ്വുൻ, ശത്രുക്കളാണ്. ഇവിടെ ആരായിരുന്നു അവർ? മിത്രങ്ങളായിരുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല ഫ്രണ്ട്ഷിപ്പ്. ആ ദുനിയാവിലുള്ള ഫ്രണ്ട്ഷിപ്പ് യഥാർത്ഥത്തിൽ അവന് നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഉപകാരപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ എന്തായിരിക്കണം? പരലോകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പരിഗണിക്കാൻ തയ്യാറാകണം എന്ന്. ഇതൊരു ഉപദേശമാണ്. നമ്മൾ എവിടെയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത് എന്നത് നമ്മളൊന്ന് ചിന്തിക്കണം. എവിടെയാണ് നാം ഈ വിഷയത്തിൽ? നമുക്കൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അല്ലേ? പലപ്പോഴും എൻ്റെ ഐഡൻറ്റിറ്റി പോലും എൻ്റെ സുഹൃത്താണ്, അങ്ങനല്ലേ? അയാൾ ആരാന്ന് ചോദിച്ചാൽ അയാൾ നിങ്ങളുടെ മകൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ്. അപ്പം എൻ്റെ ഐഡൻറ്റിറ്റി ആരാ? അതാണ്, ആ ഫ്രണ്ട്ഷിപ്പാണ് എൻ്റെ ജീവിതത്തിലെ സ്ഥാനം. അയാൾ ഇന്ന ആളുടെയൊക്കെ സുഹൃത്താണ്. ഇന്ന ആളുടെ എന്ന് പറഞ്ഞാൽ അയാൾ സൊസൈറ്റിയിൽ ഒരു വലിയ സ്ഥാനമുള്ള കുറേ ആളുകളെ എണ്ണി പറഞ്ഞിട്ട് പറയാം ഇന്ന ആളുടെയൊക്കെ സുഹൃത്താണ്. അപ്പോൾ എൻ്റെ പൊസിഷൻ സമൂഹത്തിൽ ആരാ നിശ്ചയിക്കുന്നത്? എൻ്റെ ഫ്രണ്ടാണ്, ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ ആരുമായാണ്? സഹോദരന്മാരെ, നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ കൺമുമ്പിൽ കാണുന്ന എല്ലാവരെയും നമുക്ക് നമ്മുടെ സുഹൃത്തും സ്നേഹിതനുമാക്കാൻ പറ്റുമോ? നമ്മൾ ആലോചിക്കേണ്ട ഒരു ചോദ്യമാണ്. ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട ഒരു ചോദ്യം. അല്ലെങ്കിൽ അങ്ങനെ ആക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ആക്കാനുള്ള ബന്ധത്തിൻ്റെ ശക്തി എന്ത്? കാരണം എന്ത്? ഇസ്ലാം വളരെ കൃത്യമായി അതിന് മറുപടി പറയുന്നുണ്ട്. 2 നിയമങ്ങളാണ് ഇസ്ലാമിക ശരീഅത്ത് ഈ സുഹറുൽ ബന്ധത്തിന് വെക്കുന്നത്. ഒന്നാമത്തേത്, ലൈസ കുല്ലുന്നാസ് ജദീറൂന ബിസ്സദാഖ. എല്ലാവരും സ്വദാഖത്തിന് അർഹതയുള്ളവരല്ല, ഫ്രണ്ട്ഷിപ്പിന് അർഹതയുള്ളവരല്ല എല്ലാവരും. ജനങ്ങൾക്കിടയിൽ നിന്ന് യജിബു അലൽ ഇൻസാനി അൽ മുസ്ലിമി അൻ യഖ്താറ അൽ അസ്തിഖാഅ മിൻ ബൈനിൻ നാസ്. ഒരു മുസ്ലിം ജനങ്ങളുടെ ഇടയിൽ നിന്ന് അവൻ്റെ സുഹൃത്ത് ആരായിരിക്കണം എന്നവൻ തിരഞ്ഞെടുക്കണം. എല്ലാവരും അല്ല, സെലക്റ്റീവ് പേഴ്സൺസാണ് യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെന്ന് പറയുന്നത്. ഏതുപോലെ തിരഞ്ഞെടുക്കണം? പണ്ഡിതന്മാർ അതിന് പറഞ്ഞ ഉദാഹരണം അത്ഭുതകരമാണ്. കമാ യഖ്താറു തൈർ അൽ ഹബ്ബൽ ജയ്യിദ് മിനൽ ഹബ്ബിർ റദീ. ഒരു കോഴി, നമ്മൾ കുറച്ച് അരി കോഴിക്ക് ഇട്ട് കൊടുത്തു നോക്കുക, അല്ലെങ്കിൽ കോഴി തീറ്റ. ആ കോഴി ഇങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ മുഴുവൻ തിന്നല്ല ചെയ്യുക, മറിച്ച് ഇന്ന് നല്ലത് നോക്കിയാൽ ആദ്യം തിന്നും. ചിലപ്പോൾ ബാക്കി അവിടെ ഉണ്ടാവും. നമ്മൾ തന്നെ പറയും എന്താ ഈ കോഴി എല്ലാം തിന്നാത്തത്? കോഴി തിന്നൂല, കാരണം കോഴി സെലക്ട് ചെയ്തതാ, നല്ലത് തിരഞ്ഞെടുത്തു, ചീത്ത അവിടെ വെച്ചു. ഇതുപോലെ ആണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ഒരു സ്നേഹിതനെ തിരഞ്ഞെടുക്കേണ്ടത്. ഇതാണ് അതിൻ്റെ, എല്ലാവരെയുമല്ല. അതാണ് ഒന്നാമത്തെ നിയമം. രണ്ടാമത്തെ നിയമം,
യജിബു അലൽ മുസ്ലിമി അൻ യകൂന മുഅ്തദിലൻ ഫി സദാഖതിഹി. ഫ്രണ്ട്ഷിപ്പിൻ്റെ വിഷയത്തിൽ മുസ്ലിം മുഅ്തദിലായിരിക്കണം. മുഅ്തദിലെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു നീതിയുക്തമായിട്ടായിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം. ബാലൻസ്ഡ് ഒന്നുകൂടി വിശദീകരിച്ചാൽ ഫലാ ഇഫ്രാത്ത വലാ തഫ്രീത്ത്. അങ്ങേയറ്റം ഭയങ്കരമായി എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് തലയെ കയറ്റി വെച്ച് അങ്ങനെയുമല്ല, എന്ത് ഫ്രണ്ട്, അങ്ങനെ ഇത്ര ഫ്രണ്ട്സ് വരുന്നു എന്ന് പറഞ്ഞ് താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുമല്ല, രണ്ടിൻ്റെയും ഇടയിൽ. അതുകൊണ്ടാണ് ഇസ്ലാമിക സംസ്കാരം പഠിപ്പിക്കുന്നത് അഹ്ബിബ് ഹബീബക ഹൗനമ്മ, അഹ്ബിബ് ഹബീബക ഹൗനമ്മ അസാ അൻ യകൂന ബഗീദക യൗമമ്മ. നീ നിൻ്റെ ഹബീബിനെ, സ്നേഹിതനെ സ്നേഹിക്കേണ്ടത് ഹൗനമ്മ, ഒരു പ്രത്യേക ഡിസ്റ്റൻസ് വെച്ചായിരിക്കണം, അളവ് വെച്ചായിരിക്കണം. എന്താ കാരണം? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അസാ അൻ യകൂന ബഗീദക യൗമമ്മ. ചിലപ്പോൾ നിൻ്റെ ഈ സുഹൃത്ത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിൻ്റെ വിരോധിയാകാം. വിരോധിയാകുമ്പോൾ എന്ത് സംഭവിക്കരുത്? ഇപ്പോൾ നമ്മുടെ ആളുകളുടെ ഇടയിൽ സംഭവിക്കൊന്നും സംഭവിക്കരുത്. അതാണല്ലോ, എന്തോ ആത്മസുഹൃത്തുക്കളായിരുന്നു, തെറ്റിയപ്പോഴോ തിരിച്ചും നിങ്ങൾക്കൊരാളോട് എന്തെങ്കിലും വിരോധമുണ്ട്, അയാളെ കടുപ്പമുള്ള വിരോധിയായി നിങ്ങൾ ചിത്രീകരിക്കരുത്. അങ്ങനെ ആകരുത്. കാരണം എന്താ? അസാ അൻ യകൂന ഹബീബക യൗമമ്മ. കുറച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം അവൻ നിങ്ങളുടെ സുഹൃത്താകാം. ഭയങ്കരമായി പിണ്ടം വെച്ച് പുറത്ത് വെച്ചാൽ നമുക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞാകെ. അപ്പം എന്താവും? ഒരു സന്ദർഭം, അവസരം കിട്ടുമ്പോൾ അവനെ സുഹൃത്താക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നൊരവസരം വരുമ്പോൾ ആ വാതിൽ നിങ്ങൾ കൊട്ടിയടച്ച രീതിയിലാകും. ഈ രണ്ട് നിയമങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, കണ്ണിൽ കാണുന്നവനെ മുഴുവൻ സ്നേഹിതനാക്കരുത്. രണ്ടാമത്തേത് ഈ ഫ്രണ്ട്ഷിപ്പ് ഒരു ബാലൻസിങ് സിസ്റ്റത്തിൽ കൊണ്ടുപോകണം. ഭയങ്കരമായ തലി കയറ്റി വെക്കുന്ന അവസ്ഥയുണ്ടാകരുത്, വളരെ മോശമാക്കണ അവസ്ഥയും. അത് സ്നേഹമായാലും വെറുപ്പായാലും ശരി. എന്താണ് സഹോദരന്മാരെ കാരണം? അതിന് കാരണം, മനുഷ്യൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചുമരുകളല്ലല്ലോ, കല്ലുകളല്ലല്ലോ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ചുമരും കല്ലും ഒന്നുമല്ല, മറിച്ച് മനുഷ്യനാണ്. മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒരു സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിലുണ്ടാകുന്ന പല പ്രതിഫലനങ്ങളും അവൻ്റെ മനസ്സിലും ഹൃദയത്തിലും സ്വാധീനമുണ്ടാക്കും. കല്ല് മാതിരിയല്ല, ഒരു ചുമര് മാതിരിയല്ല. സമൂഹത്തിലുണ്ടാകുന്ന ഒരു സ്വാധീനവും കല്ലിന് ബാധകമല്ല, ചുമരിന് ബാധകമല്ല. ആണോ? അല്ല. എന്നാൽ മനുഷ്യന് ബാധകമാണ്. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു സാമൂഹ്യ ജീവിയായ മനുഷ്യന് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നത് നല്ല ഒരു പ്രതിഫലനമാണെങ്കിൽ അത് നിലനിൽക്കും. ചീത്തയായാലോ നേരെ തിരിച്ചുള്ള അവസ്ഥയും ഉണ്ടാകും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഫ്രണ്ട്ഷിപ്പ് എന്നത് നിരുപാധികമായ ഒന്നാകരുത്, നിബന്ധനകളില്ലാത്ത ഒന്നാകരുത്, അതിരുകളില്ലാത്ത ഒന്നാകരുത്. മറിച്ച് അതിന് കൃത്യമായി നിബന്ധനകളുണ്ടാകണം, അതിരുകളുണ്ടാകണം, മാനദണ്ഡങ്ങളുണ്ടാകണം. അത് നമ്മൾ മനസ്സിലാക്കണം. ആ മാനദണ്ഡമില്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ എന്താവും? അദുവുകളാകും. അതാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. നമ്മളോട് ചോദിക്കണം, ആരാണ് യഥാർത്ഥത്തിൽ നല്ല സുഹൃത്തുക്കൾ, ആരാണ് യഥാർത്ഥത്തിൽ ചീത്ത സുഹൃത്തുക്കൾ? നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. നമുക്കൊക്കെ ബുദ്ധിയുണ്ടല്ലോ. അല്ലാഹു തആല വളരെ കൃത്യമായി അതിൻ്റെ അടിസ്ഥാനം പഠിപ്പിച്ചു. ഇല്ലൽ മുത്തഖീൻ. അപ്പോൾ ആരാണ് നല്ലവർ? കൃത്യമായി കിട്ടി. ആരാണ് ചീത്ത? അതും കിട്ടി. വളരെ കൃത്യമാണ്. നമ്മൾ ആരെ തിരഞ്ഞെടുക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ അലി ഇബ്നു അബി താലിബ് റഹിമഹുല്ലാ ഇതിനെ വിശദീകരിക്കണമെന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അൽ ഇഖ്വാനു സിൻഫാൻ.
സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ 2 ഇനമാണ്. ഒന്നാമത്തേത് ഇഖ്വാനുസ്സിഖ. ഇഖ്വാനുസ്സിഖ, സിഖത്തുള്ള ഇഖ്വാനുകൾ. സിഖത്ത് എന്ന് പറഞ്ഞാൽ ഒരാത്മവിശ്വാസമാണ്, അതുള്ള ഇഖ്വാനുകൾ. നമ്മളത് മനസ്സിലാവും. അലി ബിൻ അബി താലിബ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ഇഖ്വാനുൽ മുകാശറ. അങ്ങനൊരു സിഖത്തൊന്നുമില്ല, എന്നാൽ ആരാണ് ഇഖ്വാനു സിഖ എന്ന് പറഞ്ഞാൽ? അദ്ദേഹം തന്നെ പറഞ്ഞു തന്നു, അത് കൽ കഫി വൽ ജുനാഹി. നമ്മുടെ കൈ പോലെ. മനുഷ്യ ശരീരത്തിന് കൈ എങ്ങനെയാണോ, ഒരു പറക്കുന്ന പക്ഷിക്ക് ചിറക് എങ്ങനെയാണോ അങ്ങനെ. വൽ അഹ്ലി, കുടുംബം. ഒരു സാമൂഹിക ജീവിയായ മനുഷ്യന് കുടുംബം എങ്ങനെയാണോ അങ്ങനെ. വൽ മാൽ, സമ്പത്ത്. നമുക്ക് സമ്പത്ത് എങ്ങനെയാണോ അങ്ങനെ. പറഞ്ഞ ഉദാഹരണങ്ങൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. കൈ, ചിറക്, കുടുംബം, സമ്പത്ത്. അങ്ങനെ ആയിരിക്കണം ആര്? അതാണ് ഇഖ്വാനു സിഖ എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടി വിശദീകരിച്ചാൽ, നിങ്ങൾക്ക് നിങ്ങൾ സുഹൃത്തായി സ്വീകരിച്ച ആളിൽ സിഖത്തുണ്ടോ, ഒരു കോൺഫിഡൻസ് ഉണ്ടോ? അതാണ് സിഖത്ത്. ഉണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അയാൾക്ക് വേണ്ടി നാം പണം ചിലവാക്കും, അല്ലേ? അയാൾക്ക് വേണ്ടി നമ്മുടെ കൈ നാം ഉപയോഗപ്പെടുത്തും. നമുക്കിതറിയുന്നതാണ്, അല്ലേ? അയാൾക്ക് വേണ്ടി നാം നമ്മുടെ മെയ് മറന്ന് ചിലപ്പോൾ അധ്വാനിക്കും, ശരീരം മറന്ന് അധ്വാനിക്കും. അയാളുടെ ശത്രു നമ്മുടെ ശത്രുവായിരിക്കും, അല്ലേ? അയാളുടെ രഹസ്യങ്ങളെ നാം മറച്ചു വെക്കും. അയാൾക്ക് ഉള്ള ന്യൂനതകളുമുണ്ടെങ്കിൽ നാം ആലോചിച്ച് നോക്കൂ. അയാൾക്ക് വല്ല നന്മയും പറയാനുണ്ടെങ്കിൽ അതിനെ നാം ഫ്ലാഷ് ചെയ്യും ഭയങ്കരമായി, അല്ലേ? ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, നമുക്കൊക്കെ സുഹൃത്തുക്കളില്ലേ? ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങളുടെ ഒരു സ്ക്രീനിൽ വരുന്ന മാതിരി വന്നില്ലേ, കുറേ മുഖങ്ങൾ. ഇതിലെത്ര ആളുണ്ട് ഇഖ്വാനു സിഖ? ഒരു കൈ പോലെ, ചിറക് പോലെ, കുടുംബം പോലെ, സമ്പത്ത് പോലെ. ആലോചിച്ച് നോക്കൂ. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞു ഇഖ്വാനുൽ മുകാശറ. അതെന്താ? അത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു സുഖമോ സൗകര്യമോ കിട്ടിയാൽ അവൻ നിങ്ങളുടെ സുഹൃത്തായിരിക്കും. ഒരിക്കലും അവനെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. ഒരു കോൺഫിഡൻസും നിങ്ങൾക്ക് അവനിൽ നിന്ന് കിട്ടുകയില്ല, അല്ലേ? ഒരു ഉറപ്പ് നമുക്ക് അവനിൽ നിന്ന് കിട്ടൂല. ചിലപ്പോൾ കാണുമ്പോൾ ചിരിച്ചു എന്ന് വന്നേക്കാം, നിങ്ങളെ കാണുമ്പോൾ മധുരമുള്ള വാക്കുകൾ പ്രയോഗിച്ചേക്കാം. നമ്മൾ വിചാരിക്കും ഓ, പക്ഷേ നമുക്കിവനെ മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവും? രണ്ടും നമുക്ക് മനസ്സിലായല്ലോ. സിഖത്ത് എന്താണെന്ന് മനസ്സിലായി, മുകാശറ എന്താണെന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ സ്ക്രീൻ നിങ്ങളൊന്ന് ഓൺ ചെയ്ത് നോക്കൂ. എൻ്റെ മുമ്പിലുള്ള മുഖങ്ങൾ, തലകളൊക്കെ, എൻ്റെ സ്ക്രീനിൽ വരുന്ന മുഖങ്ങളും തലകളുമൊക്കെ ഏതാണ് എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കണം. നമുക്ക് ഈ ഒരു സംഗതിയെ കൃത്യമായി തിരഞ്ഞെടുക്കാൻ സാധിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ ഇഖ്വാനു സിഖത്തുകളാകണം. നമ്മുടെ കൈ ആകാൻ അവർക്ക് കഴിയണം, നമ്മുടെ ചിറകാകാൻ അവർക്ക് കഴിയണം, നമ്മുടെ കുടുംബമാകാൻ അവർക്ക് കഴിയണം, നമ്മുടെ സമ്പത്താകാൻ അവർക്ക് കഴിയണം. ആ കഴിയുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ആ ഫ്രണ്ട്ഷിപ്പ് നമുക്കൊരു ക്യാപിറ്റലായി, മൂല്യമുള്ള ഒരു ക്യാപിറ്റലായി മാറുകയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതാണ് യഥാർത്ഥത്തിൽ മുത്തഖൂൻ എന്ന സിഫത്തിൻ്റെ സവിശേഷത. അതാണ് അതിൻ്റെ സവിശേഷത. ആ ഒരു രീതിയായിരിക്കണം നാം കാണേണ്ടത്. ആ രീതിയിലേക്കായിരിക്കണം നാം
പോകേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലുള്ള സ്നേഹിതന്മാർക്ക് വേണ്ടി നാം നമ്മുടെ ശരീരം മറന്ന് അവൻ്റെ അസാന്നിധ്യത്തിൽ പോലും, അതാണതിലെ പുതുമ, അവൻ്റെ അസാന്നിധ്യത്തിൽ പോലും അവൻ മരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മരിച്ചു. എന്നാലും അവന് ദുബായിൽ വെച്ചാണ് മരിച്ചത്. അവൻ്റെ മയ്യത്ത് കിട്ടണം, അത് കബറടക്കണം, നമസ്കരിക്കണം, അല്ലെങ്കിൽ നാട്ടിലേക്ക് കൊണ്ടുപോകണം. അവനുണ്ടാകും അതിൻ്റെ പിന്നാലെ ഓടി നടന്ന്. അവനെ നിങ്ങൾക്ക് വിശ്വസിക്കാം, അവനെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്, അവനെയാണ് നിങ്ങൾ സുഹൃത്താക്കേണ്ടത്. മറ്റതോ ഇവർ ബന്ധം ഉണ്ടാവില്ല. നമ്മൾ പറയും കണ്ണ് മറഞ്ഞാൽ പിന്നെ യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥ വരും. ഇവരെക്കുറിച്ച് നാം അന്വേഷിച്ച് നോക്കിയിട്ട് കാര്യമില്ല. അത് നമ്മൾ വേറിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സാമൂഹ്യ ശാസ്ത്രം ഈ സ്നേഹിതന്മാരെ 3 വേർതിരിച്ചു. അൽ ഇഖ്വാനു സലാസത്തുൻ വാഹിദുൻ കൽ ഗിദാ. ഒന്നാമത്തേത് ഭക്ഷണം പോലെയാണ്. എന്താ ഭക്ഷണം എന്ന് പറഞ്ഞാൽ? പറയണ്ടല്ലോ, ഉദാഹരണം അങ്ങനെയാണ്. ഭക്ഷണം പോലെയാണ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഏത് സമയത്തും ആവശ്യമാണ്. കഴിച്ചിട്ടില്ലെങ്കിൽ നേരെ നിൽക്കൂല. അതാണ് ഒന്നാമത്. ഏത് നേരത്തും നമുക്ക് അവരെ ആവശ്യമായിരിക്കും. അവരില്ലെങ്കിൽ നമുക്ക് നേരെ നിൽക്കാൻ കഴിയുകയില്ല. ആണല്ലോ അല്ലേ? അതാണ് യഥാർത്ഥത്തിൽ. ഏത് സമയത്തും നമുക്ക് വരും, അതിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ കഴിയുകയില്ല. അതാണ്. രണ്ടാമത്തേത് സുഹൃത്തുക്കളിൽ രണ്ടാമത്തെ ഇനം വഹുവ അൽ ആഖിൽ. അവൻ മഹാബുദ്ധിമാനാണ്. ബുദ്ധിമാനാണ്. ബുദ്ധിമാനായിരിക്കണം സുഹൃത്താക്കേണ്ടത്, അല്ലേ? ആണ്. പക്ഷേ അവൻ്റെ ബുദ്ധി നിങ്ങൾക്ക് എന്ത് ഗുണം ചെയ്യും? അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അവൻ ഭയങ്കര ബുദ്ധിമാനായിരിക്കും, പക്ഷേ ഏത് സമയത്തും അവൻ നിങ്ങൾക്ക് ഓരോ ഇഷ്യൂസ് ഇങ്ങനെ ഉണ്ടാക്കി തരും, പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി തരും. ഭയങ്കര ഉഷാറാണ്. അവൻ്റെ ബുദ്ധി ഒരു പക്ഷേ ഉപകാരപ്പെടുത്താൻ സാധിക്കും. അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ബുദ്ധി യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഭക്ഷണമാണ് അവൻ എന്ന് പറഞ്ഞത്. അവൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, അവൻ്റെ ബുദ്ധി നമുക്ക് ഉപകാരപ്പെടും. നമ്മളത് മനസ്സിലാക്കണം. രണ്ടാമത്തേത് യഥാർത്ഥത്തിൽ വസാനി ഫി മഅന അദ്ദാ. രണ്ടാമത്തേത് രോഗം പോലെയാണ്. ഒന്നാമത്തേത് ഭക്ഷണമാണ്, അത് നമുക്ക് ആവശ്യമാണ്. രണ്ടാമത്തേത് രോഗം പോലെയാണ്. എന്താ രോഗം എന്ന് പറഞ്ഞാൽ? രോഗമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം. ഈ സുഹൃത്തായിരിക്കും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം, അല്ലേ? എവിടെ ചെന്നാലും പ്രശ്നമാണ്. രോഗം ഉണ്ടായാൽ അങ്ങനെ എവിടെ ചെന്നാലും പ്രശ്നമാണ്. ഇവൻ എൻ്റെ സുഹൃത്താ, പക്ഷെ അവൻ ഒരു രോഗമാണ്. നമ്മൾ പറയാറുണ്ടാവും ഓനൊരു ബുദ്ധിയില്ലാത്തവനാണ് എന്ന് പറയും, ഒരു ഹംക്കാണ് എന്നൊക്കെ പറയും. അത് അറബി പദമാണ് കേട്ടോ. ഹംക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. എപ്പോഴും അവൻ്റെ ഭാഗത്ത് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കും, പ്രശ്നങ്ങളായിരിക്കും. അവൻ നിങ്ങളെ ഇഷ്ടപ്പെടണമൊക്കെ ഉണ്ട്, പക്ഷേ ആ ഇഷ്ടം കൊണ്ട് നമുക്ക് എന്താ ഉണ്ടാണ്? പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. അതാണ് രോഗം എന്ന് പറഞ്ഞത്. മൂന്നാമത്തേത് ദവാ ആണ്. ദവാ എന്ന് പറഞ്ഞാൽ മരുന്നാണ്. മരുന്നായ സുഹൃത്ത് അവനാണ് സമർത്ഥൻ. ഒന്നാമത്തേത് ഭക്ഷണമാണ്, അവൻ ബുദ്ധിമാനാണ്. രണ്ടാമത്തേത് രോഗമാണ്, അവൻ ഹംക്കാണ്. മൂന്നാമത്തേതാണ് മരുന്നാണ്. ആ മരുന്ന് എന്ന് പറഞ്ഞാൽ എന്താ? സമർത്ഥനാണ് എന്ന് വെച്ചാൽ എന്താ? ആവശ്യമുള്ളപ്പം എന്ന് വെച്ചാൽ അവന് നിങ്ങളെ മനസ്സിലാകും, നിങ്ങളുടെ ഭാഷ അവന് മനസ്സിലാകും. നിങ്ങളുടെ സംസാര ഭാഷ മാത്രമല്ല, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വരെ മനസ്സിലാവും. അവൻ പറയും, ഇപ്പം ഇന്നതാണ് അയാളുടെ അവസ്ഥ.
അവന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. എപ്പോൾ? ആവശ്യമുള്ളപ്പം. മരുന്ന് നമ്മൾ എപ്പോഴേ ഉപയോഗിക്കുള്ളൂ? ആവശ്യമുള്ളപ്പോഴേ ഉപയോഗിക്കുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ മൂന്നും ഇസ്ലാമിക സാമൂഹ്യ ശാസ്ത്രത്തിനൊരു പുതുമുണ്ട്. അത് പറയുന്നത് പ്രാക്ടീസ്ഡ് ലൈഫായിരിക്കും. അതാണ് ഇതിൻ്റെ പുതുമ. നിയമം പറഞ്ഞു പോവുകയല്ല. എല്ലാ സാമൂഹ്യശാസ്ത്രവും നിയമം പറഞ്ഞു പോകല. ഇതങ്ങനെയല്ല. ഇത് ജീവിച്ച് പരിചയിച്ച ശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. ഇപ്പോൾ നമുക്ക് എളുപ്പമുണ്ട് ഇത് തിരിയാനും വേർതിരിയാനും മനസ്സിലാക്കാനുമൊക്കെ നമുക്ക് എളുപ്പമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ചോദ്യമുണ്ട്: എങ്ങനെയാണ് ഈ ചീത്ത സുഹൃത്തിനെയും നല്ല സുഹൃത്തിനെയും നാം തിരിച്ചറിയുക? എങ്ങനെയാണ് തിരിച്ചറിയുക? അതിൻ്റെ ഉത്തരം ഒരു പരീക്ഷ നടത്തി തിരിച്ചറിയുക. അതന്നെ. നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്കൊരു പരീക്ഷ നടത്താം. നിൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു എന്നതല്ല പരീക്ഷ. അല്ല, നിൻ്റെ സന്തോഷത്തിൻ്റെ സമയത്ത് അവൻ നിങ്ങളുടെ കൂടെയുണ്ടായി എന്നതല്ല. അതല്ല പരീക്ഷ യഥാർത്ഥത്തിൽ. ആണോ? അതല്ല. മറിച്ച് അവൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയണം. ഒരു പൂന്തോട്ടത്തിൻ്റെ ഗേറ്റിൽ ചെന്ന് നിൽക്കുന്ന ഒരാൾ അതിനകത്തുള്ളത് അറിയോ? ഇല്ല. അതിൻ്റെ അകത്തുള്ള തോട്ടങ്ങളിലെ പുഷ്പങ്ങളെയും ചെടികളെയും ആസ്വദിക്കണമെങ്കിൽ അനുഭവിക്കണമെങ്കിൽ ഉള്ളിലേക്ക് കിടക്കണം. ടിക്കറ്റ് എടുത്തല്ലെങ്കിൽ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം. അപ്പോൾ അവിടെ അവൻ അറിയും എന്താണ് അതിനകത്തുള്ളത് എന്ന്. അത് തന്നെ. ഇവൻ്റെ സുഹൃത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? പ്രവേശിക്കണമെങ്കിൽ നമ്മൾ അവനെ നല്ല രീതിയിൽ അവനെ പരീക്ഷിക്കണം. പരീക്ഷിച്ചാലേ അറിയുകയുള്ളൂ. പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് അനുഭവമാണ്. അനുഭവം. അവനിൽ നിന്നുള്ള ഒരനുഭവം ഉണ്ടാകണം. ആ അനുഭവം അത് കേവല പരീക്ഷയായ പോരാ. നിങ്ങൾ കണ്ടിട്ടില്ലേ സ്വർണം വാങ്ങുന്ന കച്ചവടക്കാരൻ? നിങ്ങളൊരു പഴയ സ്വർണം വിൽക്കാൻ കൊണ്ടുപോയി കൊടുത്തു നോക്കുക. സ്വർണ്ണക്കടക്കാരൻ അതിനെന്ത് ചെയ്യും? സ്വർണം വാങ്ങി തൂക്കി പൈസ ഇങ്ങോട്ട് തരുമല്ല. അയാളൊന്നിങ്ങനെ നോക്കും, പിന്നെ ഒന്ന് തിരിച്ചു നോക്കും, പിന്നെ ഒന്ന് മറിച്ച് നോക്കും, പിന്നെ അയാളുടെ അടുത്തൊരു കല്ലുണ്ട്, അതിമേലൊന്ന് ഉരസി നോക്കും, ഉറപ്പിച്ചു ഇതെന്താണ്? സ്വർണമാണ്. അതന്നെ. അതുപോലെ ആയിരിക്കണം. ഉരസി നോക്കണം. പറ്റൂല്ലേ, നമുക്ക് പറ്റിയതാണോ അല്ലേ എന്നുള്ളത് ഉരസി നോക്കണം. ആ ഉരസി നോക്കി പരീക്ഷിച്ച് മനസ്സിലാക്കി വേണം ഒരാളെ നാം നല്ലതാണോ ചീത്തയാണോ എന്ന് വേർതിരിക്കേണ്ടത്. നേരത്തെ അള്ളാഹു പറഞ്ഞ ഇല്ലൽ മുത്തഖൂൻ എന്നതാണെങ്കിൽ നിങ്ങൾ ഒരസും തോറും അതിൻ്റെ മഹിമ ഇങ്ങനെ മനസ്സിലാവും. ഒരു സന്ദർഭത്തിലും അതിനൊരു വ്യത്യാസം വരില്ല. ഈ സ്വർണം പോലെ ഉണ്ടാവും. എത്ര ഉരസിയാലും നല്ല സ്വർണ്ണമാണെങ്കിൽ ഒരു വ്യത്യാസവും വരില്ല. അല്ലാത്തത് നമുക്ക് പെട്ടെന്ന് കാണും വ്യത്യാസം. പെട്ടെന്ന് വ്യത്യാസം കാണും. അതാണ്. അപ്പോൾ നമ്മൾ പരിശോധിക്കുവാൻ ഇസ്ലാമിക സാമൂഹ്യശാസ്ത്രം ചില മാർഗങ്ങൾ, 6 മാർഗങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഞാനിത് ഇങ്ങനെ പറയണത് എന്തിനെന്ന് ചോദിച്ചാൽ നമുക്ക് അവിടേക്ക് എത്തണം. ഏതിലേക്ക്? അൽ അഖില്ലാഉ. ആ ആയത്ത് നമ്മുടെ മനസ്സിലൊരു വല്ലാത്ത പ്രശ്നമുണ്ടാക്കണം. ആരാണ് യഥാർത്ഥത്തിൽ എനിക്ക് അന്ന് നിലനിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പിൻ്റെ ഉടമകൾ ആരാണ്? എങ്ങനെ ഉണ്ടാക്കും? 6 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനം. അതിലൊന്നാമത്തേത് ആത്മീയമായ പരിശോധനയാണ്. ആത്മീയമായ പരിശോധന. അതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ, എൻ്റെ മനസ്സിൻ്റെ മിടിപ്പുകൾ. അത് യഥാർത്ഥത്തിൽ ആർക്കറിയും? അറിയും. അതറിയും. അതെങ്ങനെ അറിയും?
പല നിലക്കും അറിയും. ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ കടുപ്പമനുസരിച്ച് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ മിടിപ്പുകളുടെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹൃദയത്തിൻ്റെ മിടിപ്പ്. ഒരു പക്ഷേ ഈ ഭൗതികവാദികൾ ഈ പറയുന്നതിനെ അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ആത്മീയമായ ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ആത്മീയമായ പരീക്ഷണമാണ് ഏറ്റവും പ്രധാനം. അതാണ്. മനുഷ്യൻ്റെ ആത്മാവുകളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ആത്മാവുകൾ തമ്മിലുള്ള പരസ്പര ബന്ധം കടുപ്പമുള്ളതാണ്. അതും ആത്മസുഹൃത്തുക്കൾ എന്ന് നമ്മൾ പറയുന്ന ആ വാചകം കണ്ടിട്ടില്ല. ആത്മസുഹൃത്തുക്കൾ അത് തഖ്വയുടെ അടിസ്ഥാനത്തിലുള്ള സുഹൃത്തുക്കളാണെങ്കിൽ ആ ആത്മബന്ധത്തെ നമുക്കതിനെ അളക്കാൻ കഴിയില്ല. അത്ര ശക്തമായിരിക്കും ആ ബന്ധം. അതുകൊണ്ട് ഒന്നാമത്തെ പരീക്ഷണം അതാണ്. എൻ്റെ ആത്മാവും നിങ്ങളുടെ ആത്മാവും തമ്മിൽ സ്വരച്ചേർച്ചയുണ്ടോ? അത് വേഗം അറിയും. നമുക്കറിയാലോ, എൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഒരു ടേസ്റ്റായി അനുഭവപ്പെടാറുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്, അല്ലേ? എൻ്റെ ശബ്ദം നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കാറുണ്ട്. ഒന്ന് നമുക്ക് തിരിച്ച് ചോദിച്ചൂടെ, എൻ്റെ വിശ്വാസം അത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ചോദ്യമാണല്ലോ. എൻ്റെ ആത്മാവിൻ്റെ രഹസ്യം, എൻ്റെ ആത്മാവിൻ്റെ ഉയർച്ച, അത് എൻ്റെ ആത്മാവിൻ്റെ രഹസ്യത്തിലാണുള്ളത്. എൻ്റെ ആത്മാവിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് എൻ്റെ ഈമാനാകുന്നു. ആ ഒരു ഉയർച്ച നമുക്ക് പരസ്പരം പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ടോ? അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു 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 ഐക്യം നമ്മൾ അറിയേണ്ടതാണ്. ആത്മാക്കൾ, മുസ്ലിം സമൂഹത്തിൻ്റെ സവിശേഷത ആ ഐക്യമാണ്. നമ്മളത് മനസ്സിലാക്കണം. ആ ഒരു സ്പിരിച്വൽ ഐക്യമാണ് ഇസ്ലാമിക ഐക്യം എന്ന് പറയുന്നത്, മറ്റൊന്നുമല്ല. മറ്റൊക്കെ ഇലക്ഷന് വേണ്ടി ഉണ്ടാക്കിയ ഐക്യങ്ങൾ കണ്ടിട്ടില്ലേ? കർണാടകയിൽ ഇന്ന പാർട്ടിയുടെ ഐക്യം ഉണ്ടാക്കി, കുറച്ച് കഴിയുമ്പോൾ ഐക്യം എന്താ കാരണം? അതൊരു സ്പിരിച്വൽ ഐക്യമല്ല, അത് കേവലമായ ഭൗതിക കാരണങ്ങളുടെ അടിസ്ഥാനത്തിലുണ്ട്. അതുകൊണ്ടാണ് സൂറത്ത് മുനാഫിഖിലെ 1-ാമത്തെ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. മുനാഫിക്കുകൾ നിൻ്റെ അടുത്ത് വന്നാൽ പറയും, നബിയെ താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. വല്ലാഹു യഅലമു ഇന്നക ലറസൂലു. അള്ളാഹിൻ്റെ മറുപടിയാണ്, അള്ളാഹുവിനറിയാം ഇന്നക ലറസൂലു, നീ മുഹമ്മദേ നീ അവൻ്റെ റസൂലാണെന്ന് അള്ളാഹ്ക്കറിയാം. പക്ഷേ വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അള്ളാഹു തറപ്പിച്ച് പറയുന്നു, ഈ മുനാഫിക്കുകൾ കള്ളന്മാരാണ്. എന്തേ? ഈ മുനാഫിക്കുകളല്ലേ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, റസൂലെ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന്. എന്നിട്ടും അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞതെന്താ? അവർ കള്ളന്മാരാന്നാ. എന്താ പ്രശ്നം? മുനാഫിക്കുകളും റസൂലും തമ്മിൽ എന്തില്ല? ഒരു സ്പിരിച്വൽ കണക്ഷനില്ല. അതാണ് ഒന്നാമത്തെ പരീക്ഷണം. രണ്ടാമത്തേത് ഒരാവശ്യമുണ്ടാകുന്ന സമയത്തുള്ള പരീക്ഷയാണ്. നിങ്ങൾക്കൊരത്യാവശ്യമുണ്ട് നിങ്ങളുടെ സുഹൃത്തിന്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വാങ്ങലും കൊടുക്കലുമാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ. വാങ്ങലും കൊടുക്കലുമാണ്. ഇസ്ലാമിന് സാങ്കേതിക പദമുണ്ട് അതിന്, അൽ അഖ്ദു വൽ അതാ. ഇസ്ലാമിക സാമൂഹ്യ സയൻസ് അത് പറയുന്നുണ്ട്. അൽ അഖ്ദു വൽ അതാ. വാങ്ങാൻ മാത്രം അത് ഇസ്ലാമിക ബന്ധമല്ല, കൊടുക്കാൻ മാത്രം അതും ഇസ്ലാമികമായ ബന്ധമല്ല. ഒരു പക്ഷേ പണക്കാരനായ ആൾക്ക് കൊടുക്കാൻ നമ്മുടെ ഭാഷയിൽ പാവപ്പെട്ടവൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് നിങ്ങൾ ഭൗതികമായി വിചാരിക്കുന്നുണ്ടാകും. പക്ഷേ ഈ പണക്കാരൻ ആവശ്യം ഈ പാവപ്പെട്ടവൻ്റെ കയ്യിലുള്ള ഭൗതികമായ സാധനമല്ല, അതിനേക്കാൾ ഉന്നതമായ വലിയ ചരക്ക് ആരുടെ കയ്യിലുണ്ട്? ആരുടെ കയ്യിലുള്ളതിനേക്കാൾ വലിയ? നമ്മൾ മനസ്സിലാക്കണം, ഈ പണക്കാരൻ്റെ കയ്യിലുള്ള മില്യൺസുകളെക്കാൾ ഒരു നെടുവീർപ്പ് മതി. ഈ പാവപ്പെട്ട മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിയിൽ ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് റബ്ബേ എന്നെ സഹായിച്ച ആ മനുഷ്യൻ എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. ചിന്തിക്കാൻ പറ്റുമോ നമുക്കത്?
അതാണ് ഇസ്ലാമിക സാമൂഹ്യശാസ്ത്രത്തിൻ്റെ സവിശേഷത. അത് കൊടുക്കലും വാങ്ങലുമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അത് വളരെ ഭംഗിയായി വിശദീകരിക്കുന്നുണ്ട്. ആരെയായിരിക്കണം നാം സുഹൃത്താക്കേണ്ടത്? അവിടെ അങ്ങനെ ആയിരിക്കണം. അവനാണ് യഥാർത്ഥ ആവശ്യമുള്ളപ്പോൾ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണമല്ലോ, എന്താണ് ആവശ്യം. ആവശ്യമുള്ളപ്പോൾ കൺമുമ്പിൽ നിന്ന് മറയുന്നവനല്ല. അവനെ നിങ്ങൾ അടുപ്പിക്കരുത്. ആവശ്യമുള്ളപ്പോൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അറിയില്ലെന്ന് അഹന്ത നടിക്കുന്നവനെ അല്ല. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കൃത്യമായിട്ട് അവനറിയാം. പക്ഷെ ആവശ്യമുള്ള സമയത്ത് എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. മാറ്റിവെക്കണം. അതുപോൻ അവൻ നിൻ്റെ ശത്രുവാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത് സലാസത്തുൻ ലാ തുഅറഫു ഇല്ലാ ഫി സലാസ. 3 വിഭാഗത്തെ 3 കാര്യങ്ങളെ കൊണ്ടല്ലാതെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല. 1, ലാ യുഅറഫുൽ ഹലീം ഇല്ലാ ഇൻദൽ ഗളബ്. വിവേകി ആരാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ അത് കോപം വരുമ്പോഴേ അറിയൂ. അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം? അവന് കോപം വരണം, നിങ്ങളോട് കോപിക്കാനുള്ള അവസരം അവനുണ്ടാകണം. അപ്പോൾ നിങ്ങൾക്കറിയും അവൻ വിവേകിയാണോ അല്ലേ എന്ന്. വലശുജാഉ ഇല്ലാ ഇൻദൽ ഹർബ്. ധീരൻ ആരാണെന്ന് അറിയണമെങ്കിൽ ഒരു കടുപ്പമുള്ള യുദ്ധമുണ്ടാകണം, അപ്പോഴേ അറിയൂ. 2, വലൽ അഖ് ഇല്ലാ ഇൻദൽ ഹാജ. അതാണ് അടിസ്ഥാനം. 3ാമത്തെ കാര്യം അതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്ത് ആരാണെന്നറിയണമെങ്കിൽ എപ്പോഴേ അറിയൂ? ഇല്ലാ ഇൻദൽ ഹാജ. നിങ്ങൾക്കൊരാവശ്യം വരുമ്പോഴേ അറിയുള്ളൂ അവൻ നിങ്ങളുടെ സുഹൃത്താണോ അല്ലേ, ആക്കാൻ പറ്റൂല്ലേ എന്നുള്ളത്. ഏതുപോലെ മറ്റ് 2 വിഷയവും പറഞ്ഞതുപോലെ നിങ്ങൾ വിവേകിയാണെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ വിവേകം നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങളുടെ കോപത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. കോപത്തെ അടക്കി വെക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ നിങ്ങൾ വിവേകിയാണ്. കോപിക്കാൻ അവസരമുണ്ട്, അർഹതയുണ്ട്, പിടിച്ചു വെച്ചോ. നിങ്ങളുടെ പേരാണ് വിവേകി, ഹലീം എന്ന് പറയും. ധൈര്യം എവിടെ കാണണം? യുദ്ധസമയത്ത് കാണുന്നതിൻ്റെ പേരാണ് ധൈര്യം. യുദ്ധം വരുന്ന സമയത്ത് മാളത്തിൽ ഓടി ഒളിച്ചവൻ ധൈര്യവാനല്ല. അതുപോലെ നിങ്ങൾ ആരാണ് നിങ്ങളുടെ സുഹൃത്ത്? അതിൻ്റെ 2ാമത്തെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾ സ്വീകരിക്കേണ്ട 2ാമത്തെ രീതി ആവശ്യമുള്ള സമയത്ത് അവനെ കാണുന്നുണ്ടോ ഇല്ലേ എന്നതാണ്. 2. 3ാമത്തെ വിഷയം സഹോദരന്മാരെ, നിങ്ങളും അവനുമായുള്ള സാമീപ്യം. അതാണ് 3ാമത്തെ പരീക്ഷണം. അതിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് സാമീപ്യം അറിയുക? നിങ്ങൾ അടുത്ത് വന്നിരിക്കലാണോ? അല്ല. നിങ്ങളുടെ തൊട്ടടുത്ത് വീട് വെച്ചതാണോ? അല്ല. നിങ്ങളുടെ ഷോപ്പിൻ്റെ തൊട്ടടുത്താണ് അയാളുടെ ഷോപ്പ് എന്നതാണോ? അല്ല. നിങ്ങളുടെ കൂടെ പഠിച്ചു എന്നതാണോ? അല്ല. നമ്പർ 1, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി തിരിച്ചു ചോദിച്ചു 3 ചോദ്യങ്ങൾ. 1, ഹൽ യുഹിബ്ബു അൻ യസ്തമിഅ ഇലൈക്. നിങ്ങളെ കേൾക്കാൻ അവന് ഇഷ്ടമുണ്ടോ? ഉണ്ടോ? അതോ നിങ്ങളെ കേൾക്കുന്നിടത്ത് നിന്ന് അവൻ ഓടി അകലുമോ? നോക്കിക്കോ, സാമീപ്യത്തിൻ്റെ അടയാളം 1 വളരെ രസകരമാണത്. 2ാമത്തേത്, ഹൽ യൻഷുറുൽ അഅ്മാലുസ് സാലിഹ അല്ലതി തഖൂമു ബിഹാ. നിങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ നന്മകളെ അത് പ്രചരിപ്പിക്കണം എന്നവൻ ആഗ്രഹമുണ്ടോ? ഇയാൾ ഇന്നൊക്കെ നന്മ ചെയ്യുന്ന ആളാണ് എന്ന് അവൻ്റെ നാവ് കൊണ്ട് അവൻ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ ഇന്ന നന്മ അയാളിൽ നിന്ന് പഠിച്ചതാണ്, എനിക്കിത് അയാളിൽ നിന്ന് കിട്ടിയതാണ്. അല്ല, അവനതിങ്ങനെ. ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, പാറ്റൻ്റ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. പ്രൊഡക്റ്റുകൾക്ക് മാത്രമല്ല, മറച്ചു വെക്കും. എൻ്റെ പാറ്റൻ്റ് അല്ല ഇത് എൻ്റെ ഒരു നല്ല സുഹൃത്ത് എനിക്ക് നൽകിയതാണ് പറയാൻ നമുക്ക് സാധിക്കാറില്ല. അവനെ അടുപ്പിക്കരുത്, അടുക്കൂല, അടുക്കാൻ കഴിയില്ല. 3ാമത്തേത്, ഹൽ യർതാഹു ഇലാ മുജാലസതിക്. നിൻ്റെ കൂടെ ഇരിക്കാൻ അവന് റാഹത്തുണ്ടോ?
നമ്മൾ ചില ആൾക്കാരെ പറ്റി പറയാറില്ലേ, എൻ്റെ സുഹൃത്തൊക്കെ തന്നെയാണ്, പക്ഷേ സഹിക്കാൻ കഴിയൂല. ഉണ്ടോ? അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞ് ശീലിച്ച വാചകം ഞാൻ പറഞ്ഞു. പക്ഷെ സഹിക്കാൻ കഴിയൂല. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഇതൊന്നും വരരുതേനി. നമ്മൾ ശ്രദ്ധിക്കുക. ഈ 3 ചോദ്യം നമ്മൾ ഒന്ന്, നിങ്ങളെ കേൾക്കാൻ അവനിഷ്ടമുണ്ടോ? 2, നിങ്ങൾ ചെയ്യുന്ന നന്മകളുടെ പാറ്റൻ്റ് അവൻ അവകാശപ്പെടാതെ നിങ്ങൾക്ക് നൽകാൻ തയ്യാറുണ്ടോ? 3-ാമത്തേത്, നിങ്ങളുടെ കൂടെ ഇരിക്കാൻ അവനിഷ്ടമാണോ? ആണോ? ആലോചിക്കേണ്ടത്. ഇബ്നു ഖൽദൂൻ 4-ാമത്തെ ഒരു ചോദ്യം കൂടി, ഇബ്നുൽ ഖയ്യിമിൻ്റെ വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ട് അദ്ദേഹം ചോദിച്ച 4-ാമത്തെ ഒരു ചോദ്യമുണ്ട്. ഹൽ യുഹാവിൽ ഇദ്ഖാല സുറൂർ ഇലാ ഖൽബിക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സന്തോഷമുണ്ടാക്കാൻ, സന്തോഷം പ്രവേശിപ്പിക്കാൻ എപ്പോഴെങ്കിലും അയാൾ ശ്രമിച്ചിട്ടുണ്ടോ? ചോദിക്കണം, ചോദിക്കുക. നമ്മൾ എത്ര തലയാണോ ഇപ്പം മുമ്പിലുള്ളത്, ആ തലയൊക്കെ വെച്ചിട്ട് ചോദിക്കുക, എനിക്കിവനുമായി അടുക്കാൻ പറ്റുമല്ലേ? അതാണ് പരീക്ഷണം. അടുക്കാൻ പറ്റുമല്ലേ? ഈ 4 ചോദ്യം ചോദിക്കുക. ഈ 4 ചോദ്യത്തിൽ എവിടെയെങ്കിലും നോ എന്നാണ് ഉത്തരമെങ്കിൽ വെട്ട്. കാരണം അത് അദുവാവും. നിങ്ങളെന്നോട് പറയരുത് കേട്ടോ, ഇനിയിപ്പോൾ ആരാതിയിൽ ബാക്കിയുണ്ടാകാന്ന് ചോദിക്കരുത്. ഈ ലിസ്റ്റിൽ ഇനിയിപ്പോൾ ആരാ ബാക്കിയുണ്ടാകുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മെതിയടോ, 1, 2 ഒക്കെ ബാക്കിയുണ്ടാവും. മോർ ദാൻ ഇനഫാണ്. നിങ്ങൾ ബേജാറ് വേണ്ട, അത് ഉപകാരപ്പെടും. മറ്റത് ഈ കാനേശുമാരി മാപ്പിളൻ്റെ മാതിരി കുറേ ഉണ്ടാവും ലിസ്റ്റിൽ. അള്ളാഹു കാക്കട്ടെ. സാധാരണമാരി തമാശ പറയല്ല കേട്ടോ, ഇതൊരു തമാശയായി നിങ്ങൾ കാണുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം എന്ന നിലക്കാണ് ഞാൻ പറയും. 4-ാമത്തെ വിഷയം, 4-ാമത്തെ പരീക്ഷണം, അത് ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ അവൻ എവിടെയാണ് എന്നതാണ്. നിങ്ങളൊരാളെ സുഹൃത്താക്കി, അവൻ്റെ സ്റ്റാൻഡ് എന്താ? നിങ്ങൾക്കൊരു പ്രതിസന്ധി വന്നു, അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടോ? അല്ല ഓടി ഒളിക്കുമോ? ഓടി ഒളിക്കും. ജനങ്ങൾ മുഴുവൻ നിങ്ങളെ കളവാക്കുന്ന ഒരു രംഗം വന്നു. കളവാക്കുന്നവർക്ക് പോലും അറിയാം നിങ്ങൾ കള്ളനല്ലെന്ന്. കള്ളനാണെങ്കിൽ പിന്നെയും തിരക്കിടില്ല. അപ്പം അവൻ എവിടെ നിൽക്കും? ജനങ്ങളുടെ കൂടെ നിൽക്കുമോ? അതൊരു വല്ലാത്ത വിഷയമാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി കുറേ കാലം കഴിഞ്ഞിട്ടും നബിൻ്റെ നാവിന്ന് ഖദീജ തന്നെ വരിക. ഖദീജ തന്നെ വരിക. ആയിഷ ബീവി സ്ത്രീയാണല്ലോ, ആരായാലും ഒരു പ്രയാസം. അവർ ചോദിച്ചു, ഇന്നക ലാ തഫ്തഉ തദ്കുറു ഖദീജ വഖദ് അവദക അല്ലാഹു ഖൈറൻ മിൻഹാ. എന്തൊരു കഷ്ടമാണ്, നിങ്ങളുടെ നാവിൻ്റെ തുമ്പത്ത് നീ ഖദീജ പോണില്ലേ, അതിനേക്കാൾ ഉത്തമയായ വാക്യങ്ങൾ കൂട്ടിക്കോളി. ചോദിക്കാവുന്നതാണ്, പറയാവുന്നതാണ്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് നോക്കി പറഞ്ഞ വാചകം ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തതാണ്, നമ്മളൊന്നുമല്ല. നബി പറഞ്ഞു, മഹ്യ ആയിഷ ഇന്നല്ലാഹ ലം യുഅവ്വിദനി ഖൈറൻ മിൻഹാ ഫഖദ് സദ്ദഖത്നി ഹീന കദബനി നാസ്. പറയാൻ തുടങ്ങുക, മിണ്ടാതിരിക്ക ആയിഷ, ഇല്ല, അള്ളാഹു അവരെക്കാൾ നല്ല ഒരുത്തിയെ എനിക്ക് നൽകിയിട്ടേ ഇല്ല. ഭയങ്കര മറുപടിയല്ലേ, ഭയങ്കര മറുപടിയല്ലേ, കടുപ്പമുള്ള മറുപടി. എന്താ കാരണം പറഞ്ഞത്? അതാണ് വിഷയം, അതാണ് നമ്മുടെ വിഷയം. പ്രതിസന്ധികളുടെ മുമ്പിൽ നിങ്ങളുടെ സുഹൃത്ത് എവിടെ നിന്നു? പറ്റൂല്ലേ, നമുക്ക് പരീക്ഷിക്കണം, അവനെ പറ്റൂല്ലേ, അവൻ എവിടെ നിന്നു? നിങ്ങളെ കളവാക്കിയവൻ്റെ കൂടെ നിന്നുവോ? നിങ്ങളെ എതിർത്തവൻ്റെ കൂടെ നിന്നുവോ? നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചവൻ്റെ കൂടെ നിന്നുവോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്കറിയോ ആരാ ഖദീജ? ജനങ്ങൾ മുഴുവൻ കളവാക്കിയപ്പോൾ എന്നെ സത്യപ്പെടുത്തിയവളാണവൾ.
ജനങ്ങൾ മുഴുവൻ ആട്ടിയോടിച്ചപ്പോൾ എനിക്ക് അഭയം നൽകിയവളാണവൾ. ഓ, എന്താ വാചകം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജനങ്ങൾ മുഴുവൻ അവിശ്വസിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞ് ആദ്യമായി വിശ്വസിക്കാൻ വന്നവളാണവൾ. അതല്ലേ പ്രതിസന്ധിയുടെ സന്ദർഭത്തിൽ കൂടെ നിന്നു എന്ന് പറഞ്ഞാൽ അല്ലേ? അത് നമ്മൾ അറിയണം. അതാണ് സൗകര്യമുള്ള സമയത്ത് ഒരുപാട് ആളുണ്ടാവും കേട്ടോ. അതാണ് വെട്ടിക്കളി. അത് കൂട്ടന്നെ വേണ്ട. നിങ്ങൾക്ക് സൗകര്യവും സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഉള്ളപ്പോൾ ഒരുപാട് ആളുണ്ടാവും തേനൂൽപ്പിച്ച് വരുന്നത്. ഒന്നീ കൂട്ടത്തിൽ കൂട്ടരുത്. തിരിച്ചെന്നെ നോക്കണം. ആരുണ്ട് കൃത്രിമത്വമില്ലാത്ത ആളുകൾ ആരുണ്ട് എന്നതാണ് വിഷയം. അവിടെയാണ് നാം പരിശോധിക്കേണ്ടത് നമ്മളെക്കുറിച്ച്. അതാണ്, നിങ്ങൾക്ക് അപരിചിതത്വം ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, നിങ്ങൾ ആട്ടപ്പെടുമ്പോൾ, നിങ്ങൾ ജയിലിലടക്കപ്പെടുമ്പോൾ, നിങ്ങൾക്ക് സാമ്പത്തികമായി ഞെരുക്കമുണ്ടാകുമ്പോൾ, നിങ്ങളുടെ കച്ചവടം നഷ്ടപ്പെട്ട് നിങ്ങൾ പാപ്പറാകുമ്പോൾ, നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട് നിങ്ങൾ കുടുങ്ങുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിന് മക്കൾക്കോ രോഗം വന്ന് നിങ്ങൾ പ്രയാസപ്പെടുമ്പോൾ ആരുണ്ട്? ആണ് പ്രശ്നം. പരിശോധിക്കണം. നമുക്കൊന്ന് സെലക്റ്റീവാക്കാം. എന്തിനാണെന്ന് വെച്ചാൽ ഇല്ലൽ അതിനാണ്, അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. ഇതിലാരും ഒന്നും കരുതരുത്, ഒരു പ്രയാസവും കരുതരുത്. 5-ാമത്തെ വിഷയം പരീക്ഷണം. ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ വാക്കിൽ, അതാണ്. അത് കോപം വരുമ്പോൾ എന്താണ് അവൻ്റെ അവസ്ഥ, ദേഷ്യപ്പെടേണ്ടി വരുമ്പോൾ അവൻ്റെ അവസ്ഥ എന്താകുന്നു എന്ന്. അതാണ്, അവിടെയാണ് പ്രധാനം. അത് പ്രധാനമാണ്. അതാണ്, അതുകൊണ്ടാണ് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കേട്ടതായി പറഞ്ഞൊരു വാചകമുണ്ട്. ഇദാ അറദ്ത അൻ തഅലമ സിഹ്ഹത മാ ഇൻദ അഖീക് ഫഗ്ദിബ്ഹു. നിൻ്റെ സുഹൃത്ത് യഥാർത്ഥ സുഹൃത്താണോ ശരിയായ സുഹൃത്താണോ എന്നറിയാൻ നീ എന്ത് ചെയ്യണമെന്നറിയോ? അവനൊന്ന് ദേഷ്യം പിടിപ്പിച്ച് നോക്കണം എന്നാ. എന്നിട്ട് ദേഷ്യം പിടിപ്പിച്ചിട്ടോ ഫഇൻ സബത ലക അലൽ മവദ്ദ, ദേഷ്യം പിടിപ്പിച്ചിട്ടും അവൻ്റെ സ്നേഹം അവിടെ നിൽക്കുകയാണ്, പോകുന്നില്ല എങ്കിൽ ഫഹുവ അഖൂക്, അവനാണ് നിൻ്റെ സുഹൃത്ത്. ദേഷ്യം പിടിപ്പിച്ച് നോക്കി.